നമസ്കാരം. നിങ്ങൾ പരീക്ഷയെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണോ? നിങ്ങൾ തീർച്ചയായും ഈ മണ്ടത്തരം കാണിക്കരുത്. ചിലർ ഒരേ സമയം 1 മണിക്കൂറായിരിക്കും പഠിക്കുക, ചിലർ 2 മണിക്കൂറായിരിക്കും, ചിലർ 3 മണിക്കൂറായിരിക്കും. ഇങ്ങനെ പഠനത്തിന്റെ ഇടവേളയിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു മണ്ടത്തരത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ചിലർ പറയുന്ന പരാതി എന്താണ്? ഞാൻ ആദ്യം ഒരു ചാപ്റ്റർ പഠിച്ചു, അതിനുശേഷം രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു, എന്നാൽ എനിക്ക് ആദ്യത്തെ ചാപ്റ്റർ മാത്രമേ ഓർമ്മയുള്ളൂ, രണ്ടാമത്തെ ചാപ്റ്റർ ശരിയായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ചിലർ പറയുന്നത് എന്താണ്? ഞാൻ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ ചാപ്റ്റർ ഓർമ്മയില്ല, രണ്ടാമത്തെ ചാപ്റ്റർ മാത്രമേ ഓർമ്മയുള്ളൂ. ഇതിൽ ആദ്യം പറഞ്ഞത് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. അതായത് ആദ്യത്തെ ഇൻഫർമേഷൻ, അതിനുശേഷം രണ്ടാമത്തെ ഇൻഫർമേഷൻ, ആദ്യത്തെ ഇൻഫർമേഷന്റെ ശക്തി കൊണ്ട് രണ്ടാമത്തെ ഇൻഫർമേഷൻ നമ്മൾ മറന്നുപോകും. രണ്ടാമത് പറഞ്ഞത് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. ഇത് ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യത്തെ ഇൻഫർമേഷൻ, രണ്ടാമത്തെ ഇൻഫർമേഷൻ, രണ്ടാമത്തെ ഇൻഫർമേഷന്റെ ശക്തി കൊണ്ട് ആദ്യത്തെ ഇൻഫർമേഷൻ മറന്നുപോകുന്നു. ഇതിനെ നമുക്ക് മറികടക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഇന്റർവെൽ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി ടിവിയുടെ മുന്നിലേക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഗെയിമിലേക്കോ മറ്റെന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള കൂട്ടുകാരുമൊക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലോട്ടൊക്കെ പോകുന്ന കുട്ടികളിൽ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പുള്ള ആ ഒരു സമയം ബ്രെയിനെ കാമാക്കി വെക്കുക. ഇതുപോലുള്ള ഒരു ആക്ടിവിറ്റിയിലും നിങ്ങൾ ഏർപ്പെടരുത്. പഠനത്തിന് ശേഷമുള്ള 30 മിനിറ്റ് നിങ്ങളുടെ ബ്രെയിനെ തീർത്തും കാമാക്കി റിലാക്സ് ചെയ്ത് വെക്കുക. കാരണം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു ബുദ്ധിപരമായ പ്രവർത്തനമാണ്. പക്ഷെ ഈ ബുദ്ധിപരമായ പ്രവർത്തനവും പഠനത്തിന്റെ ബുദ്ധിപരമായ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ബ്രെയിനെ നിങ്ങൾ കാമാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രോ ആക്റ്റീവ് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഒരു ഇന്റർവെല്ലിന് ശേഷം നിങ്ങൾ വീണ്ടും പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നേരത്തെ പഠിച്ചത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചു നോക്കിയാൽ പരിപൂർണമായും നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. നല്ലൊരു പരീക്ഷാ വിജയം ആശംസിക്കുന്നു.